ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയും ശീതളും കൂടി സംസാരിക്കുമ്പോൾ സച്ചിനെ സ്വയം നന്നാക്കാനായിട്ട് താൻ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് ശീതൾ പറഞ്ഞു. പോയിട്ട് നടന്നില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ അങ്ങ് മറന്നേക്കാൻ പറഞ്ഞു നമ്മുടെ സുമിത്രയോട് ശീതൾ. അങ്ങനെ നിന്നെ മറന്നു കളയാൻ പറ്റുമോ? നിന്നെ ഒറ്റയ്ക്ക് ഞാൻ ഇവിടുന്ന് വിടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു കാര്യം, ഞാനും കൂടെ പോകാമെന്ന് സരസ്വതി അമ്മ. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ അനുഭവിച്ചോളാം, ആരും എനിക്ക് കൂട്ടുവേണ്ടെന്ന് ശീതൾ പറയും. ഞാനായിട്ട് വരുത്തി വെച്ചതല്ലെന്നും അച്ചമ്മയോട് സച്ചിൻ എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയാൽ എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നോട് അവൻ അപമര്യാദയായിട്ട് പെരുമാറാനോ? എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്ന് സരസ്വതി അമ്മ. അതൊന്നും വേണ്ട, അമ്മ ഇപ്പോൾ കൂടെ പോവണ്ടെന്ന് സുമിത്ര പറഞ്ഞു. എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ ഒന്ന് പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ അമ്മയായിട്ടത് നശിപ്പിക്കരുതെന്ന് പറഞ്ഞു സുമിത്ര. മോളെ, നീ പോവരുത്, അമ്മ തൊഴുതു പറയാം നിന്നോട്, നീ പോവരുത്, എൻ്റെ പൊന്നുമോള് പോകരുതെന്ന്. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങിയ പിന്നെ പിന്നോട്ടില്ല. ഞാൻ പോയി എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞോട് സരസ്വതി അമ്മ പാക്കിങ്ങിന് പോകുന്നു. ഈ സമയം ശീതൾ സുമിത്രയോട് പറഞ്ഞു, അമ്മ കരയണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന്. സച്ചിൻ്റെ കൂടെ ജീവിക്കുന്നത് വിഷസർപ്പത്തിനെ കഴുത്തിൽ തൂക്കി നടക്കുന്നത് പോലെ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ആ വിഷസർപ്പത്തിൻ്റെ പല്ല് പറിച്ചേ പറ്റുമെന്ന് ശീതൾ പറയണു സുമിത്രയോട്. എനിക്ക് ജീവിക്കണോ അമ്മേ? എന്നാലും എൻ്റെ മോളെ, നീ ഒറ്റയ്ക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ അമ്മേ, അച്ഛമ്മ കൂടെ വരുന്നില്ലേ, പിന്നെ എന്താണെന്ന് ചോദിച്ചു. അതൊരു ധൈര്യം തന്നെ എനിക്ക് എന്ന് ശീതൾ പറയുമ്പോൾ സുമിത്ര കരയോ അന്നെന്ന്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ മോളല്ലേ ഞാൻ, തോറ്റു പോകുമോ ഞാൻ? ഒരു ജീവിതം മുഴുവൻ കണ്ണീര് കുടിച്ചവളല്ലേ എൻ്റെ അമ്മ. ആ അമ്മയുടെ മകൾക്ക് അതിൻ്റേതായ കരുത്തുണ്ടാവില്ലേ അമ്മയെന്ന് ചോദിച്ചു. പിന്നെ അമ്മയുടെ മകളായി എനിക്ക് ആ ഒരു വലിയ പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയും അമ്മേ, കഴിയും. അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. പിന്നെ അമ്മയുടെ ഒരു അനുഗ്രഹം മാത്രം കിട്ടിയാൽ മതി എനിക്ക്, മറ്റൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ, എൻ്റെ മോളെ ഞാൻ എന്തിനാ നിന്നെ ഞാൻ അനുഗ്രഹിച്ച് വിടേണ്ടത്? എങ്ങനെയാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വിടേണ്ടത്? നിന്നെ അവൻ വേദനിപ്പിക്കുന്നത് എനിക്ക് സഹിക്കില്ലെന്നും പറഞ്ഞ ഈ സുമിത്രയുടെ കരച്ചിൽ. അപ്പോൾ അതൊന്നും സാരമില്ല അമ്മേ, എൻ്റെ അമ്മ വിഷമിക്കരുത്, അതൊക്കെ ഞാൻ സഹിച്ചോളാമെന്നും ശീതൾ സുമിത്രയോട് പറയുന്നു. അങ്ങനെ അമ്മയും മോളും കൂടെ സംസാരിച്ച് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ പൂജയാട്ടോ. പൂജ ഇങ്ങനെ വീട്ടിലിരിക്കുന്നു. ഈ സമയത്ത് അവിടെ നമ്മുടെ രഞ്ജിത പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പങ്കജ് അടുത്തേക്ക് വന്നു. എന്താ പൂജ താനിങ്ങനെ ആലോചിക്കുന്നതെന്നും ചോദിച്ച്. പ്രതീഷ് ഏട്ടനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടുന്നതെല്ലാം മമ്മി ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അതിന് ഏറ്റവും നല്ലൊരു വക്കീലിനെ തന്നെയാണ് അമ്മ ഏർപ്പാടാക്കിയിരിക്കുന്നത്, താൻ എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിച്ചപ്പം, എനിക്ക് പലതും അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല പങ്കജ്. അപ്പോൾ ഇതിലെത്ര എന്താണോ ഡൈജസ്റ്റ് ആവാത്തതെന്ന് ചോദിച്ചപ്പം, പ്രതീക്ഷേട്ടൻ ജയിലിലായ കാര്യം എന്തിനു വേണ്ടിയിട്ട് അനിരുദ്ധേട്ടൻ രഹസ്യമാക്കി വെച്ചത്? സ്വന്തം അമ്മയോട് പോലും പറയാതെ ഇക്കാര്യം രഹസ്യമാക്കി വെച്ചതിൽ എന്തോ ഒരു ദുരൂഹത ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴും പങ്കജ് ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കാം. ഒളിച്ചു വെക്കാൻ എന്തോ ഒരു കാരണം അതിലില്ലേ പങ്കജ് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ പങ്കജ് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഇനി അമ്മയെ അറിഞ്ഞാൽ വിഷമിക്കുമെന്ന് ആലോചിച്ചിട്ട് തന്നെയാണെങ്കിലും അനിരുദ്ധേട്ടന് പ്രതീക്ഷേട്ടനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ഇതുവരെ എന്തുകൊണ്ടാണ് അനിരുദ്ധേട്ടൻ അതൊന്നും ചെയ്യാതിരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിക്കണം. പ്രതീക്ഷേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള ഓട്ടത്തിലാണ് മമ്മി, മറ്റാരും അത് ചെയ്തില്ലെങ്കിലും നീ അത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. പലതും പരസ്പരം ബന്ധമില്ലാത്തതുപോലെ തോന്നുന്നു പങ്കജ്. ഒരമ്മ അപകടത്തിന് ശേഷം 6 വർഷം കോമയിൽ കിടന്നിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയ ജീവിതമെല്ലാം സ്വരുക്കൂട്ടാനായിട്ട് കഠിനമായ പ്രയത്നങ്ങൾ നടത്തുന്നു. പല വഴികളിൽ നിന്നും തൻ്റെ നഷ്ടപ്പെട്ടു പോയ മക്കളെ എല്ലാം ഒരുമിച്ച് കൂട്ടുന്നു. പക്ഷേ ആ മക്കളെല്ലാവരും പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പ്രതീക്ഷേട്ടൻ ജയിലിലാണെന്നുള്ള കാര്യം മറച്ചു വെച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ ഇങ്ങനെ പറയുമ്പോഴേക്കും ചായയുമായിട്ട് രഞ്ജിത അങ്ങോട്ടേക്ക് വരിക. മോൾ ഇപ്പോൾ പറഞ്ഞത് 100% ശരിയാണെന്നും പറഞ്ഞു. അനിരുദ്ധ ഈ കാര്യം മറച്ചു വെച്ചത് അതൊരു വലിയ തെറ്റ് തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഞാനും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. മോൾ ചായ കുടിച്ചതെന്നും പറഞ്ഞ് ചായ അങ്ങ് കൊടുത്തു. എന്തായാലും അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി, അതുകൊണ്ടാണ് ഞാൻ അതിന് വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഒരു നല്ല വക്കീലിനെ ഏർപ്പാട് ചെയ്യ്. നോക്കുമോളെ, ദേ എത്ര നല്ല മനസ്സാണ് എൻ്റെ രഞ്ജുവിൻ്റേത്. പക്ഷേ സുമിത്രയ്ക്ക് ഇപ്പോഴും രഞ്ജു ശത്രുപക്ഷത്ത് തന്നെയാണ്. എന്നാൽ സുമിത്രയെ സ്വന്തം സഹോദരിയെ പോലെയാണ് എൻ്റെ രഞ്ജു കാണുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൂജയെ പറഞ്ഞതാക്കുക. ഞാനിപ്പോഴും സുമിത്രയുടെ ശത്രുവാണ് എന്നാണല്ലോ സുമിത്രയുടെ ആ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ സുമിത്രയോട് ഇക്കാര്യം പറയാതിരുന്നതെന്നൊക്കെ രഞ്ജിത പറയണം. എന്നാൽ അനിരുദ്ധ മകനല്ലേ, അവൻ ഈ സത്യം സുമിത്രയോട് പറയാമായിരുന്നല്ലോ, അവൻ പറഞ്ഞില്ലല്ലോ. അവൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് ഒരു വലിയ ചോദ്യം തന്നെയാണ് മോളെ. അപ്പോൾ പൂജ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അപ്പോൾ പ്രതീക്ഷേട്ടൻ്റെ കാര്യം
അമ്മയോട് പറയില്ല എന്ന് ഞാൻ ആൻറ്റിക്ക് വാക്ക് തന്നതാ. ഞാൻ പക്ഷേ ആ വാക്ക് പാലിക്കാൻ കഴിയുമോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പൂജ പറഞ്ഞു. അപ്പോഴേക്കും പങ്കജും ഇവരെല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ പൂജയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. അമ്മയുടെ മുന്നിൽ ചിലപ്പോൾ എനിക്കത് മറച്ചു വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല, ഞാനത് പറഞ്ഞെന്ന് വരും. അനിരുദ്ധേട്ടൻ എൻ്റെ മുന്നിൽ വരുമ്പോൾ തീർച്ചയായും ഞാനത് ചോദിച്ചു പോകും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പം എനിക്കറിയാം മോളെ നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ സുമിത്രയുടെ അവസ്ഥയൊക്കെ നിനക്ക് അറിയാമല്ലോ. അവളെ അതും കൂടെ അറിയിച്ച് തകർക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അവളോട് ഇത് പറയരുത് എന്ന് പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. സ്വന്തം മകൻ ജയിലിലായിട്ടും അത് അറിയാൻ പറ്റാതെ ജീവിക്കുന്ന സുമിത്രയെ എനിക്ക് മനസ്സിലാകും എന്നും പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എനിക്ക് തന്ന വാക്കൊക്കെ അങ്ങ് വിട്ടേക്ക്, ഞാനും അതങ്ങ് മറക്കാം. മോൾക്ക് പറയാൻ എന്നുണ്ടെങ്കിൽ പറയാം. അത് വേണോ രഞ്ജു എന്ന് ചോദിച്ചപ്പോൾ വേണം. സുമിത്രയും ഒരമ്മയാണ് അരവിത്തേട്ട, അവളുടെ മനസ്സ് എനിക്ക് മനസ്സിലാകും. ഇനിയെങ്കിലും സുമിത്രയോട് അത് പറയാതിരിക്കുന്നത് മഹാപാപം തന്നെയാണ്, അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളത് പറയാതിരിക്കുന്നിടത്തോളം നമ്മൾ അവളോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ്. അപ്പോൾ എന്തായാലും രഞ്ജു കൊള്ളാം, മിടിക്കുക, രഞ്ജുവിന് ഗുണമില്ലാത്ത ഒരു കാര്യം രഞ്ജു ചെയ്യുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് അരവിന്ദൻ അവിടെ നിന്ന് പറയുക. അപ്പോഴേക്കും പൂജ, ആൻറ്റി സത്യമാണോ ഈ പറയുന്നത്? ഞാൻ ഈ കാര്യം അമ്മയോട് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി ഈ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ആൻറ്റി പറയുന്ന എന്ത് നിബന്ധനയും ഞാൻ അനുസരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ. ആൻറ്റി പറഞ്ഞോളൂ, എന്താ നിബന്ധന എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മോളെ അത് പിന്നെ മറ്റൊന്നുമല്ല, ഞാൻ പ്രതീഷിനെ ജാമ്യത്തിലെടുക്കാൻ പോകുന്ന കാര്യം ഒരു കാരണവശാലും മോള് സുമിത്രയോട് പറയരുത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കുക, അതെന്താ അങ്ങനെ? മന്ത്രം തന്ത്രം കുതന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതിനിടയ്ക്കാണോ ഈ പൂഴിക്കടകൻ എന്നൊക്കെ ഇങ്ങനെ അരവിന്ദൻ ചിന്തിക്കുമ്പോൾ ഞാൻ ആൻറ്റിക്ക് വാക്ക് തരുന്നു, ഞാൻ ഒരിക്കലും അമ്മയോട് ഇക്കാര്യം പറയില്ല എന്ന്. അത് പിന്നെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല മോളെ, സുമിത്രയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ, അതുകൊണ്ടാട്ടോ എന്നെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും ഇതോടുകൂടി മാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രതീക്ഷേട്ടന് വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ ആൻറ്റിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പൂജ നേരം പറയണം. താങ്ക്സ് ആൻറ്റി. അപ്പോൾ പ്രതീഷ് ജയിലിലാണെന്ന് കേട്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല മോളെ. എൻ്റെ രോഹിത്തേട്ടൻ സ്വന്തം മകനെ പോലെ തന്നെ കരുതിയ കുട്ടിയല്ലേ അവനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തത്, അതിന് മറ്റൊരർത്ഥവും ഇല്ല. വിവരം അറിഞ്ഞപ്പോൾ തന്നെ ആൻറ്റി പ്രതീക്ഷേട്ടനെ രക്ഷിക്കാൻ ശ്രമിച്ചു, വക്കീലിനെ വിളിച്ചു, ജാമ്യം കിട്ടാനുള്ള നീക്കങ്ങളും എല്ലാം നടത്തി എന്നൊക്കെ പൂജ പറഞ്ഞപ്പം എന്നിട്ടും കൂടെ പറഞ്ഞ സഹോദരൻ അത് മറച്ചു വെച്ചു. സ്വന്തം അനുജനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഒരു ശ്രമം പോലും അയാൾ നടത്തിയില്ല എന്ന് അരവിന്ദൻ. അതല്ല ഇപ്പം മോള് പറയാൻ വന്നത് എന്ന് ചോദിച്ചപ്പം അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുവാണ് നമ്മുടെ പൂജ. ഈ സമയം പൂജ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇനി ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല, അത് ആലോചിക്കേ വേണ്ട. മമ്മിക്ക് ചെയ്യാൻ പറ്റുന്നത് മമ്മി ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ, നീ അത്രയും കണക്കാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ആൻറ്റി ഞാനൊന്ന് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു പൂജ ഇറങ്ങും. അയ്യോ മോളിപ്പോൾ പോവുകയാണോ? അത് പറ്റത്തില്ല, അതെ മോൾക്ക് വേണ്ടിയും ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പോവുക, അതൊക്കെ കഴിച്ചിട്ട് സാവധാനം പോയാൽ മതി എന്ന് പറയും. അയ്യോ അതൊന്നും വേണ്ട ആൻറ്റി, ഞാൻ പൊക്കോളാം ആൻറ്റി, അവിടെ ചെന്ന് എനിക്ക് അമ്മയോട് ഈ വിവരങ്ങളൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പം ആണോ മോൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മോൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ രഞ്ജിത തന്നെ പൂജയെ കൊണ്ടുവിടാനായിട്ട് പോണു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പം ആദ്യം പറയണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് സുമിത്ര ആൻറ്റിയോട് പ്രതീക്ഷേട്ടൻ്റെ കാര്യം പറയാനായിട്ട് പറഞ്ഞു. അതെന്തിനായിരിക്കും എന്ന് മകൻ അച്ഛനോട് ചോദിക്കാം. അപ്പോൾ എടാ പൊന്നു മോനെ പങ്കജേ, അതെ എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പം 100, കൊള്ളുമ്പം 1 കോടി, അതാണ് രഞ്ജുവിൻ്റെ ആയുധം. അതിനു വേണ്ടിയായിരിക്കും നിൻ്റെ അമ്മ അങ്ങനെയൊക്കെ ചെയ്തത്. അവളെ ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൾക്കെല്ലാം കൂടെ വെട്ടിപ്പിടിക്കാനുള്ള ആക്രാന്തമല്ലേ, അപ്പോൾ പിന്നെ അവൾ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മതി നിർത്തിക്കോ അമ്മ, ഇതൊന്നും കേൾക്കണ്ട, കേട്ടാലേ അച്ഛനെ സുഖ വഴിയാണെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നുമോനെ നീയായിട്ട് പറയല്ലേടാ, അവൾ എൻ്റെ ഉയരെടുക്കും എന്ന് അച്ഛൻ. അങ്ങനെ അച്ഛനും മോനും കൂടെ അവിടെ നിന്ന് ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനെയും അനന്യയും കേട്ടോ. അപ്പോൾ അനന്യ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വന്നു. അനിരുദ്ധ് അനിരുദ്ധിനോട് ചോദിക്കുകയാണ് എപ്പോഴാണ് ശീതൾ പോകുന്നതെന്ന്. അനിരുദ്ധ ഒന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്ന് അനന്യ ചോദിച്ചപ്പോൾ ഇത് വലിയ ശല്യമായല്ലോ എന്നും നീ ഇതിനെ വെറുതെ ഒച്ച വയ്ക്കുന്നതെന്നും ചോദിച്ചു. അല്ലെങ്കിലും അനിരുദ്ധ് ഇങ്ങനെ തന്നെയാണ്, ഞാൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കില്ല, മറ്റുള്ളവരുടെ ഭാഗം പറയാനാണെങ്കിൽ നല്ല മിടുക്കുക, എനിക്കത് അറിയാം എന്ന് പറയുമ്പോഴേക്കും അനിരുദ്ധ് എഴുന്നേറ്റിട്ട് അനന്യ യു ആർ ടോക്കിംഗ് ദ ലിമിറ്റ്, ഞാനൊരു ലിമിറ്റും ക്രോസ് ചെയ്തിട്ടില്ലെന്ന് അനന്യ നേരം പറഞ്ഞു. പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയും, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ട് എന്നോട് സംസാരിക്കരുത്. നിൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് നിൻ്റെയും സ്വഭാവമൊന്നും, എന്തിനും ഏതിനും മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത് അവരുടെ ശീലമാണെന്നൊക്കെ പറഞ്ഞപ്പം വെറുതെ എൻ്റെ അമ്മയെ പറയരുത്, ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞു അനന്യ.
എന്നെ സഹിക്കാൻ വയ്യെങ്കിൽ നിനക്ക് എന്നെ കളഞ്ഞിട്ട് പോകാം. ഇത് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചതായിരുന്നല്ലോ എന്ന് അനിരുദ്ധ് അനന്യയോട് പറയണം. അതിപ്പോഴായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ വെറും ഒരു മണ്ടിയാണെന്ന് കരുതണ്ട. തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോണില്ല. സ്വരമോളോടൊപ്പം ഞാൻ ഇവിടെ തന്നെ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ സ്വരമോളുടെ കാര്യത്തിൽ നീ ഇത്ര ഓവറായിട്ട് പൊസസീവ് ആവേണ്ട യാതൊരു കാര്യമില്ലെന്നും അവൾക്ക് വേണ്ടി നിന്റെ ജീവിതം കളയണമെന്നും ഇല്ലെന്നുള്ള കാര്യവും അനിരുദ്ധ് പറയാം. സ്വരമോളുടെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ അനിരുദ്ധ് ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം എന്ന് അനന്യ പറയുകയും ചെയ്തു. സ്വരമോളുടെ കാര്യത്തിൽ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് താൻ മറക്കരുത്. അത് ബ്രേക്ക് ചെയ്യാനായിട്ട് സമയമായെന്നും പിന്നെ നമ്മൾ രണ്ടു പേർക്കും അത് തന്നെയാണ് നല്ലതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അതിൻ്റെ ബുദ്ധിമുട്ട് സ്വരമോൾക്ക് മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അനന്യ ഇങ്ങനെ വിശദീകരിക്കും കേട്ടോ. പിന്നെ സ്വരമോളുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് ഓവർ പൊസസീവാണ്, അതെനിക്ക് തന്നെ അറിയാം. എനിക്കതിൻ്റെ കാര്യങ്ങളിൽ അങ്ങനെയേ പറ്റൂ, ഞാൻ അങ്ങനെ ചെയ്യൂ. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ എനിക്കിവിടെ നിന്ന് ഇറങ്ങി പോവേണ്ടി വന്നാൽ സ്വരമോളയും കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ എന്നും അനന്യ പറയണം. അതുകൊണ്ട് ഇക്കാര്യം ഇനി മേലിൽ നമ്മൾ തമ്മിൽ സംസാരിക്കരുത്. ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നവർ കുറച്ച് മര്യാദയ്ക്ക് പെരുമാറാനും കൂടെ പഠിക്കണം എന്നുള്ള കാര്യം അനിരുദ്ധ് പറഞ്ഞു. അനാവശ്യമായ പ്രശ്നങ്ങൾ നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും ഉണ്ടായാൽ എൻ്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്ര കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. മോനെ ശീതൾ പോവാടാന്നും പറഞ്ഞു. പോകരുതെന്ന് നീ അവളോട് പറയാൻ പറഞ്ഞു. അങ്ങനെ സുമിത്ര ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്ക് അനിരുദ്ധ് അങ്ങോട്ട് ഇറങ്ങി ചെന്നു. സമയം അനന്യ യാതൊരു ഇതും ഇല്ലാണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. സുമിത്രയ്ക്ക് അനന്യോട് മിണ്ടാൻ പോലും ഒരു മനസ്സില്ലാതെ സുമിത്ര അങ്ങ് ഇറങ്ങിപ്പോണു. എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ചിത്രയാട്ടോ. ചിത്ര എവിടെയൊക്കെ നന്നാക്കിയും അടിച്ചും തൂത്തും പാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവായ ദീപു അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചിത്രയുടെ എന്തെങ്കിലും സംസാരിക്കണമല്ലോ. ചിത്രയെ എന്നും പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. എനിക്ക് അത് പിന്നെ നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ദീപു പറഞ്ഞു. ആ സമയം ദീപു കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും കേൾക്കണ്ട എന്ന് ചിത്ര പറയുമ്പോൾ അതെന്ത് വർത്തമാനോ നീ പറയുന്നത്, എനിക്ക് കേൾക്കണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ എന്താ ഉള്ളത്? മറ്റുള്ളവരെ ചതിച്ചതും മറ്റുള്ളവരെ വഞ്ചിച്ചതും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചതുമായ കഥകളല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞ് നിൽക്കുക ദീപു. നിങ്ങളുടെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. എന്നെ ആർക്കും മനസ്സിലാവില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ നഷ്ടങ്ങൾ ആർക്കും മനസ്സിലാവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടായി പിന്നെ ദീപു അവിടെ കിടന്ന് കരച്ചിലും പറച്ചിലും. അങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോൾ വേണ്ട, നിങ്ങൾ പറഞ്ഞ പാപങ്ങളുടെ കണക്ക് കേട്ടാൽ തന്നെ അതിൻ്റെ ശാപം ആ ഒരു പങ്ക് അത് എന്നിലേക്കും വരും. അതുകൊണ്ട് അതൊന്നും കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്നും പറഞ്ഞ് ചിത്ര പോകുമ്പോഴത്തേക്കും ദീപ് പിടിച്ചു നിർത്തുക ചിത്രയെ. എൻ്റെ ചിത്ര ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇതുപോലെ ശല്യമായല്ലോ. ഒരമണിക്കൂർ എനിക്ക് ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം നിന്നോടൊന്ന് പറഞ്ഞു തീർത്തോട്ടെ എന്ന് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എന്നിട്ട് നീ തീരുമാനിക്കുക. നിനക്ക് എന്ത് വേണമെങ്കിലും നീ ചെയ്തോളാനും പറഞ്ഞു. നന്നായിട്ട് കുടിച്ചിട്ടുണ്ടല്ലോ. കള്ള് കുടിക്കുമ്പോഴത്തെ സങ്കടവും കുറ്റബോധവും ഒന്നും എനിക്ക് കേൾക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്നോടല്ല പറയേണ്ടത്, സ്വന്തം സഹോദരിയോട് അവിടെ ചെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ചിത്ര ദീപുവിനെ അവഗണിച്ച് വിടുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേട്ടിട്ട് പോകാൻ പറഞ്ഞിട്ടും ചിത്ര കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ ഈ കാണിക്കുന്നതും പറയുന്നതെല്ലാം ഞാൻ സഹിക്കാം, പക്ഷെ സുമിത്രേച്ചിയോട് നിങ്ങൾ ചെയ്തത് ഓർക്കുമ്പോഴേ നിങ്ങളോട് ക്ഷമിക്കാനേ എനിക്ക് പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞു ചിത്ര. പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയേ ചെയ്തതെന്ന് പറഞ്ഞാലേ ഞാനിതൊന്നും വിശ്വസിക്കുകയുമില്ല. എടി ആ പരമശിവൻ പോലും എന്നെ ചതിച്ചതാടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നു നമ്മുടെ ദീപു. ദേ സിദ്ധുവേട്ടൻ കൊടുത്ത പണവും വാങ്ങി അവൻ സ്ഥലം വിട്ടു. ഇപ്പോൾ എല്ലാ കുറ്റവും എൻ്റെ തലയിലായി എന്നും പറഞ്ഞുകൊണ്ട് ദീപു ഇങ്ങനെ കരയുന്നു. എന്നിട്ടും എന്നോട് ആർക്കും ഒന്നും പറയണ്ട അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷമം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക. ഇതൊക്കെ കേട്ട് ചിത്രയ്ക്ക് ഒരുമാകെ പുച്ഛമാണ് തോന്നുന്നത്. അങ്ങനെ ദീപു തൻ്റെ നിസ്സഹായതയ്ക്ക് വിളിച്ചു പറയുമ്പോൾ എനിക്ക് ഒരേ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, സ്വന്തം സങ്കടങ്ങൾ ആർക്കും വിൽക്കാനും പറ്റില്ല, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും സന്തോഷം വിലയ്ക്ക് വാങ്ങാനായിട്ടും പറ്റില്ല. അത് നിങ്ങൾ ഓർത്തു വെച്ചോ. സന്തോഷവും സങ്കടവും എല്ലാം സ്വയം അനുഭവിച്ച് തീർത്തേ പറ്റൂ. അതും പറഞ്ഞതേ നമ്മുടെ ചിത്ര അവിടെ നിന്ന് അങ്ങ് പോയി. ദീപു ആണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥകളെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.